ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഗോവ ട്രിപ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. നമ്മൾ ഫ്രൈഡേ 5 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 5:45 അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 5 മണിക്ക് ഇറങ്ങി അവിടെ എത്തി. പിന്നെ എല്ലാവരും എത്തിയതിന് ശേഷം പിന്നെ ട്രെയിനൊക്കെ വന്നു. ട്രെയിനിൽ കയറി. ട്രെയിനിൽ അടിപൊളി ഇനി പാട്ടും ഡാൻസും പിന്നെ കുറച്ച് ഗെയിംസ് കളിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിച്ചു. പിന്നെ കിടന്നു. പിന്നെ നമ്മൾ അവിടെ ഒരു 3 മണി 3:30 ആയപ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നമ്മൾ നേരെ ബസ്സിനാണ് പോയത്. പിന്നെ നമ്മൾ നേരെ റൂമിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ റൂമിലെത്തുമ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് റൂമിൽ നിന്നുള്ള വ്യൂ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം ഫ്രഷ് ആവണം. നമുക്ക് 7:45 ആകുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാണ്ട്. നമ്മൾ മാറ്റുന്നതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഷോർട്ട്സ് ആയിട്ടിടുന്നതായിരിക്കും. അപ്പം അതെല്ലാവരും കാണണം. പിന്നെ നമ്മൾ നേരെ മാറ്റി ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ബസ്സിൽ പോവുകയാണ് ചെയ്തത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അന്ന് രാവിലത്തെ ഫുഡ് പറഞ്ഞാൽ പൂരിയും ഭാജി സാമ്പാർ അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. പിന്നെയും ബസ്സിൽ കയറിയിട്ട് നമ്മൾ അക്വാഡ ഫോർട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാണ്ടായിരുന്നു. നടക്കുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു, ഫുൾ മരമൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യൂ ആണ്. ഭയങ്കര രസമാണ് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ നടന്നിട്ട് ഇതിൻ്റെ ഒരു എൻഡ് പോയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയിട്ട് വേറൊരു ഫോട്ടോ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചധികം നടക്കണം അതിൽ ടോപ്പ് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എത്തിയപ്പോൾ അവിടെ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലമാണ്. അത്യാവശ്യം രസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചോറ് ചിക്കന് അങ്ങനത്തെ എന്തൊക്കെ ഐറ്റംസൊക്കെ ആയിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ നമ്മളൊരു ബീച്ചിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടേക്ക് പോകുമ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഒന്ന് കയറി ജസ്റ്റ് വാങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് കയറി ഇറങ്ങി നമ്മൾ നേരെ ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയാണ് പോയത്. ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നമുക്ക് എവിടെ പോയാലും ഫോട്ടോസും വീഡിയോസും എടുക്കും. പിന്നെ നമ്മൾ ബസ്സിൽ കയറി. ബസ്സിലാണെങ്കിൽ സാറുമാരൊക്കെ പാട്ട് പാടുക ഡാൻസ് കളിക്കുക അതൊക്കെയായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ബാഗ ബീച്ചിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു 5 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുളിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയിട്ട് നമ്മൾ സൺസെറ്റൊക്കെ കണ്ടു. പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ വന്ന് പാട്ട് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഡാൻസൊക്കെ കളിച്ചു. എന്നിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ച് വന്നു കേട്ടോ. തിരിച്ച് നമ്മൾ 7 മണിയൊക്കെ ആയിക്കുന്ന വരുമ്പം എന്നിട്ട് നമ്മൾ നേരെ പോയത് DJ ഒക്കെ ആയിരുന്നു. DJ എന്ന് പറഞ്ഞാൽ അത് വേറൊരു വൈബ് തന്നെയായിരുന്നു. നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. DJക്ക് എല്ലാവരും ടീച്ചേഴ്സ് ആണെങ്കിലും സാറുമാരാണെങ്കിലും എല്ലാവരും ഡാൻസൊക്കെ കളിച്ചിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ വേഗം ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ അടുത്ത് തന്നെയാണ് ഷോപ്സൊക്കെ ഉള്ളത്. അപ്പം ജസ്റ്റ് നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ കുറേ സാധനങ്ങളുണ്ട്, ബട്ട് ഒട്ടുക്കത്തെ വിലയായിരുന്നു ഗൈസ്. അപ്പം കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ 1 മണി കഴിക്കുന്ന തിരിച്ച് റൂമിലെത്തുമ്പോൾ നേരെ റൂമിൽ പോയി ഫ്രഷായി പിന്നെ നല്ല സുഖത്തിൽ കിടന്നുറങ്ങുകയാണ് ഗൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി നെക്സ്റ്റ് ഡേത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഞാൻ കിടന്നുറങ്ങട്ടെ. ബൈ.